എന്നിൽ കത്തി പടരണമേ സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തി പടരണമേ ആത്മാവേ പരിശുദ്ധാത്മാവേ ആത്മാവേ പരിശുദ്ധാത്മാവേ എൻ ഹൃദയത്തിൽ പാഴും ആത്മാവേ നിറയണമേ എന്നിൽ നിറയണമേ ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തി പടരണമേ സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തി പടരണമേ ആത്മാവേ പരിശുദ്ധാത്മാവേ വെരി ഗുഡ്. അപ്പൊ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്ന ദൈവമാണ്. ആരാണ് പരിശുദ്ധാത്മാവ്? ആൻഡ് ഹീസ് എ പേഴ്സൺ. ആ ദൈവം നമ്മുടെ ജീവിതത്തെ വലിയ വിസ്മയനീയമായ രീതിയിൽ രൂപാന്തരപ്പെടുത്തി ഒരുക്കി വാർത്ത് ദൈവത്തെ പോലെ ആക്കുക എന്നുള്ളതാണ് മിനിമം പ്രോഗ്രാം പരിശുദ്ധാത്മാവിൻ്റെ. നമ്മൾ എത്ര വലിയ പാപിയാണെങ്കിലും നമ്മളെ വിശുദ്ധനാക്കി മാറ്റുക. ഇപ്പം നമ്മൾ ഇന്ന് കേട്ട ക്ലാസ്സിൽ ഇന്ന് നിങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു ഇന്നത്തെ പള്ളിയിലത്തെ ക്ലാസ്സുകളിൽ. അതിനകത്ത് ഒന്ന് രണ്ട് ആശയം ഒന്ന് പറയാം. എന്താണ് നിങ്ങളെ സ്ട്രൈക്ക് ചെയ്ത ഒന്ന് രണ്ട് ആശയം? അതിൽ പുതിയതായിട്ടോ അല്ലെങ്കിൽ കുറച്ച് പ്രാവശ്യം കേട്ട കാര്യങ്ങൾ ഇന്ന് അത് എന്തെങ്കിലും ഒരു പുതിയ ആഴമായ ഒരു ഉൾക്കാഴ്ച കിട്ടിയ ഒന്ന് രണ്ട് പോയിന്റ് ഒന്ന് പറയാമോ? അവന്റെ കരുണയെക്കുറിച്ചാണ് പറയുന്നത്. അതെ, കർത്താവ് എങ്ങനെയാണ് നമ്മളോട് കരുണ കാണിച്ചത് എന്നുള്ളത് തൻ്റെ ജീവൻ നൽകി നമ്മൾ വീണ്ടെടുത്ത് പറയാം. ഓക്കെ. പിന്നെ എന്ത് മനസ്സിലായി കരുണയെ കുറിച്ച്? പാപമോചനം. ഓക്കെ. ഇനി അതർ പോയിന്റ്? എനിക്ക് റാൻസം എന്നുള്ള വാക്കിന് ഒരു പ്രത്യേക ഒരു മീനിങ് ഒത്തിരി കേട്ടിട്ടുണ്ടെങ്കിലും അതിന് മലയാളം പ്രകൃതി മോഹന മലയാളം കുറച്ച് മോശമാണ്. മോഹനദ്രവ്യം വളരെ കാര്യം. അതാണ് റാൻസം ഈസ് നോട്ട് റിയലി നമുക്ക് ശരിക്കും മനസ്സിലാവില്ല. അത് ജർമ്മനിലാണ് കുറേ കൂടി. ജർമ്മനിൽ പറഞ്ഞ ലോസ് ഗെൽറ്റ് എന്ന് പറയും. ലോസ് ഗെൽറ്റ് എന്ന് പറഞ്ഞാൽ ഗെൽറ്റ് എന്ന് പറഞ്ഞാൽ ആ മണി കൊടുത്ത് അവനെ അഴിച്ചു വിട്ടു. സെനാരിയോ വളരെ എഫക്റ്റീവ് ആയിരുന്നു. ബറാബാസിന് വേണ്ടി കർത്താവ് പകരക്കാരനായിരുന്നു. അത് വളരെ നല്ല ആ എക്സ്പ്ലനേഷനെ മനസ്സിലാക്കാൻ ലോസ് ഗെൽറ്റ്, മോചനദ്രവ്യം. മോചനദ്രവ്യം. ഓക്കെ. പിന്നെ മത്തായിയെ പറ്റി പറഞ്ഞു. അതായത് പുറമേ നിന്ന് നമ്മൾ പെട്ടെന്ന് ജഡ്ജ് ചെയ്യും. ലൈക്ക് നമ്മളൊരു വ്യക്തിയെ കാണുമ്പോൾ ആ വ്യക്തി പിന്നെ ആരാണ് ഈശോയുടെ മുന്നിൽ എത്രയോ ഒരു പക്ഷേ ഒരു വിശുദ്ധനെ ആയിരിക്കാം നമ്മൾ ഇന്നത്തെ ഒരു പാപത്തിന്റെ മേഖലകൾ നമ്മൾ ഈശോ ജഡ്ജേ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും രസം. അവൻ കണ്ടിട്ടും കാണുന്നില്ല, അവൻ കേട്ടിട്ടും മുന്നോട്ടേക്ക് ചിന്തിക്കാനായിട്ട് ഒരു വ്യക്തിയെ കാണുമ്പോൾ ഒരു പക്ഷേ ഈ വ്യക്തി ആയിരിക്കാം വരും കാലങ്ങളിൽ കർത്താവ് തിരഞ്ഞെടുത്ത നമുക്കറിയില്ല ഇപ്പം ആ വ്യക്തി എന്താണ് ആയിത്തീരാൻ പോകുന്നത്. നമ്മൾ അവന്റെ ഇപ്പോഴത്തെ അവസ്ഥയും അവന്റെ പഴയ അവസ്ഥയും കണ്ടിട്ട് അവനെ കണക്കാക്കാൻ. ഈ മത്തായിനെ ആരെങ്കിലും ഒരു കോൺഗ്രിഗേഷന്റെ സുപ്പീരിയർ വലുതാക്കും ഇന്നത്തെ നിലപാടിൽ പോവാണെങ്കിൽ. അയ്യോ അവനാണ് പശുവാണ്. ഈ അനന്യാസ് തന്നെ കർത്താവ് പറഞ്ഞ് സാവൂളിനെ നീ പോയി അഭിഷേകം ചെയ്യുക. അവനെ ഞാൻ സാവൂളിനെ അവൻ നമ്മുടെ ആൾക്കാരെ പീഡിപ്പിക്കുന്ന അവനെ ഞാൻ അഭിഷേകം. അനന്യാസ് തന്നെ സമ്മതിക്കില്ല. അപ്പൊ വീണ്ടും പറയാൻ ഞാനാണ് നിന്നോട് പറയണേ, അവൻ എനിക്ക് വേണ്ടി എത്രത്തോളം സഹിക്കുമെന്ന് അറിയാൻ നീ പോ. ഓക്കെ. പിന്നെ എന്താ പോയിന്റ്? പിന്നെ ഐസിയ ചാപ്റ്റർ 42 ആയിട്ടുള്ള സെർവന്റ് ഓഫ് ദി ലോർഡ്. അത് ആ ഒരു ഇതും
പിന്നീട് അത് ന്യൂ ടെസ്റ്റ്മെന്റ് ആയിട്ടുള്ള ഒരു ഇത് കൂടി ചെയ്തപ്പോൾ ഭയങ്കര ഐസയ 42-53 ആണ് ഈശോയുടെ മിസിയാനിക് ദൗത്യമാണ് അവിടെ പറഞ്ഞേക്കുന്ന വാക്കുകൾ. അതിനകത്ത് ഏത് വാക്കെടുത്താലും നമ്മൾ ഒറ്റ വാക്കായിട്ടാണ് ഉപയോഗിക്കരുത്. ഈ ഈശോയുമായിട്ട് കണക്ട് ചെയ്ത് ഉപയോഗിക്കാവും. പിന്നത്തെ യെശയ്യാ 53 വായിച്ചില്ലേ, അവൻ വേദനിക്കണം എന്നത് അവിടുത്തെ ഹിതമായിരുന്നു. അവിടെ നിന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. നമ്മുടെ അകൃത്യങ്ങളാണ് അവൻ്റെ മേൽ ചുമത്തുക. ഇതെല്ലാം അതിനു മുമ്പ് യേശയ്യാ 50 മുതലാണ് ഈ പീഡാനുഭവത്തെക്കുറിച്ച്. അടിച്ചവർക്ക് പുറവും താടിമീശ പറിച്ചവർക്ക് കവിളുകളും അവൻ കാണിച്ചു കൊടുത്തു. യേശയ്യാ 50:6. നിന്ദനത്തിൽ നിന്നും തുപ്പലിൽ നിന്നും അവൻ മുഖം തിരിച്ചില്ല. അപ്പൊ ഈശോ വാസ്തവത്തിൽ ഇതെല്ലാം പൂർത്തിയാകണ സമയമായെന്നുള്ള കണക്കിലാണ് ഈശോ പോണത്. അപ്പോൾ അടി കഴിഞ്ഞു, ഇനി തുപ്പണ ആളെവിടെയാ? അവൻ ഇതുവരെ കണ്ടില്ലല്ലോ. ഈശോ അത് പൂർത്തിയാക്കാൻ വേണ്ടി തുപ്പി കഴിഞ്ഞപ്പോൾ സമാധാനമായോ. അത് മനസ്സിലാക്കണേ. യേശയ്യ 725 വർഷം മുമ്പ് യേശയ്യയിലൂടെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. തുപ്പല്, നിന്ദനം, അതിൽ നിന്ന് അവൻ മുഖം തിരിച്ചില്ല. അപ്പൊ അത് കൃത്യമായിട്ട് അവിടെ പൂർത്തിയാകാൻ വേണ്ടി ഈശോ അങ്ങോട്ട് അത് പൂർത്തിയാവണ കണ്ടു. അത് അപ്പോഴാണ് നമുക്ക് ആ വചനം, പ്രവാചക വചനങ്ങളിൽ ഈ രക്ഷാകര പദ്ധതിയെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ എത്ര കൃത്യമായിട്ട് പൂർത്തി. അവൻ്റെ പിന്നെ നമ്മൾ പല പ്രാവശ്യം സങ്കീർത്തനം 22 1-2 പ്രാവശ്യം വായിച്ചു. അവർ അവൻ്റെ കൈകാലുകൾ കുത്തിത്തുളയ്ക്കും. ഇത് സങ്കീർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ യേശുവിന് 1000-ലധികം വർഷം മുമ്പ് എഴുതപ്പെട്ടിട്ടുള്ളതും മുഴുവനും സങ്കീർത്തനങ്ങളും യേശുവിനെ കുറിച്ചാണ്. ആ സങ്കീർത്തനങ്ങള് യേശു ചെറുപ്പം മുതൽ പാടുന്നതാണ് എല്ലാ ദിവസവും, നമ്മുടെ കാനോന നമസ്കാരം പോലെ. അപ്പൊ യേശു ഒരു 12-20 വയസ്സിലെല്ലാം അവരെൻ്റെ കൈകാലുകൾ കുത്തിത്തുളയ്ക്കും എന്ന് പാടുന്ന സമയത്ത്, പ്രാർത്ഥിക്കുന്ന സമയത്ത് യേശുവിന് ഇരിക്കാം അനുഭവം. ഇപ്പോഴും നമ്മൾ ആ സങ്കീർത്തനം പാടുമ്പോൾ നമ്മൾക്കും കൈകാലുകളിൽ വേദന എടുക്കുകയാണ്. ശരിക്കും നമ്മൾ ആ ബോധ്യത്തോടെ പാടുമ്പോൾ. അപ്പൊ യേശു മാതാവും എല്ലാം എല്ലാ ദിവസവും ഈ സങ്കീർത്തനങ്ങൾ പാടുമായിരുന്നു. ആ പാടി പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഈ വേദന അനുഭവിക്കുമായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ വരാൻ പോകുന്ന, അതുകൊണ്ടാണ് ഈശോ പറയുന്നത് എന്നെക്കുറിച്ച് സങ്കീർത്തനങ്ങളിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും എഴുതിയിരിക്കുന്നത് പൂർത്തിയാകട്ടെ എന്ന്. ഓക്കെ, പിന്നെ എന്ത് പോയിന്റാ? വേറെ 1-2 പോയിന്റുകളൊന്ന് പറയേ. ഇന്നത്തെ ക്ലാസ് കേട്ടായിരുന്നു പോലെ. അപ്പൊ അതിന്റെ ഒരു അവലോകനം നടത്തുകയാണ്. അതില് നിങ്ങളെ സ്പർശിച്ച ഒരാശയം ഒന്ന് പറയാം. അതിനകത്ത് എന്താണ് നിങ്ങൾ സ്ട്രൈക്ക് ചെയ്ത 1-2 കാര്യങ്ങൾ? You can also speak. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അപ്പോഴും ദൈവത്തിനൊരു മനുഷ്യരെ കുറിച്ചൊരു സ്നേഹത്തിന്റെ ഒരു പ്രധാനം ഉണ്ടായാണ്. പാപം ചെയ്ത സമയത്ത് ഞാൻ ആ ഗെത്സമനിയിൽ നിന്ന് അവരെ പുറത്താക്കിയ കാര്യം പറഞ്ഞോ? ഇല്ല, അതിപ്പോ പറയാം. അപ്പൊ എനിക്ക് ഏറ്റവും ഇതായി തോന്നിയത് 1-2 എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞായിരുന്നല്ലോ. ഒന്ന് നമ്മള് വേലക്കാരനോടാണെങ്കിൽ $1000 എടുത്തു കഴിഞ്ഞാല് പറഞ്ഞുവിടും. മകനോടാണെങ്കിൽ അങ്ങനെയല്ല, പറഞ്ഞുവിടാൻ പറ്റില്ല. മകനെ പറഞ്ഞുവിടാൻ പറ്റൂ. അപ്പം ദൈവത്തിന്റെ ഒരു സ്നേഹത്തിന്റെ ഒരു ആസ്പെക്ട്, സ്നേഹത്തിന്റെ ആസ്പെക്റ്റും കരുണയുടെയും മാത്രമല്ല, നമ്മളുടെ പുത്രരാണെങ്കിൽ നമ്മൾ മക്കളാണ്. ത്രൂ ഫെയ്ത്ത് ഇൻ ജീസസ് ക്രൈസ്റ്റ് നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. അപ്പൊ നമ്മളെ ഒരു കാരണവശാലും പറഞ്ഞുവിടാൻ പറ്റില്ല എന്ന് മാത്രമല്ല, നമ്മളെ അവകാശികളാണ്. നമ്മള് പിതാവിന്റെ സകല സമ്പത്തിന് അവകാശികളാണ്. മാത്രമല്ല, he will help us to come out from this situation.
അതില് അതിന് അപ്പൊ ബ്രദർ ചോദിച്ചായിരുന്നല്ലോ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ എന്ന് ചോദിച്ചെങ്കിൽ പലപ്പോഴും വരുന്നൊരു ചിന്ത ഇതാണ്, ദൈവത്തിന്റെ സ്നേഹം സ്നേഹിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. ചില സമയത്ത് നമുക്കൊരു കൺഫ്യൂഷൻ തോന്നും. അതായത് സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുമ്പോഴും അത് നമുക്ക് അനുഭവപ്പെടുന്നില്ല, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പലപ്പോഴും ചുറ്റുവട്ടത്ത് സംഭവിക്കുന്ന സാഹചര്യങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും പ്രതിസന്ധികളും ഒക്കെയാണ് സ്നേഹം പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഈ ദിവസങ്ങളിലൊക്കെ നടക്കുന്ന ഫാദർ ടോമിന്റെ ഐസിസിന്റെ സംഭവങ്ങൾ, അവിടെയൊക്കെ എവിടെയാണ് ദൈവത്തിന്റെ ഒരു ഇടപെടൽ, എന്നാണ് ഇത് സംഭവിക്കുക, എന്തുകൊണ്ടാണ് ഈ ദൈവത്തിലെയും കരുണയുള്ള സ്നേഹമുള്ള പിതാവാണ് പറയുമ്പോഴും ഇപ്പൊ ആദിമ സഭയില് ഈ പൗലോസിനോട് ഈശോ പറഞ്ഞു, നീ പീഡിപ്പിക്കുന്ന ഈശോയാണ് ഞാൻ എന്ന് പറഞ്ഞു. ഇന്ന് അങ്ങനെ പറയുന്ന ഒരു സ്വരം എന്താണ് നമ്മൾ കേൾക്കുന്നില്ല? എവിടെയാണ് ആ ഇതിൻ്റെ അകത്ത് ഒരു പ്രധാന പോയിന്റ് ഉള്ളത്, നമ്മളുടെ പ്രാർത്ഥന, നമ്മളുടെ ഈ വിശ്വാസത്തെക്കുറിച്ചുള്ള നമ്മളുടെ അനുഭവവും പ്രാർത്ഥനയ്ക്കും ഒക്കെ വേറൊരു മാനം ഉണ്ടാകും, എങ്കിലേ ഇതെല്ലാം മനസ്സിലാവും. ഇപ്പോൾ ചിലര് മദർ തെരേസ സിസ്റ്റേഴ്സിനെ വധിച്ചതിനെ കുറിച്ച് ആകുലരാണ്. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം അവരുടെ രക്തസാക്ഷിത്വം മദർ തെരേസ തന്നെ പറയാറുണ്ടായിരുന്നു, ഞാൻ സഭയ്ക്ക് വേണ്ടി അനേകം രക്തസാക്ഷികളെ നൽകും. അപ്പം ഈ രക്തസാക്ഷിത്വം ഒക്കെ ഉണ്ടാവുക എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ പശ്ചാത്തലത്തിൽ ഭയങ്കര നല്ല കാര്യമാണ്. ഞാൻ ഇൻഡോറില് 1993 ധ്യാനിപ്പിച്ചപ്പോൾ അതിനകത്തുണ്ടായിരുന്ന ഒരാളായിരുന്നു റാണി മരിയ, സിസ്റ്റർ റാണി മരിയ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ അന്നൊക്കെ നോർത്ത് ഇന്ത്യയിൽ ധ്യാനിപ്പിക്കുമ്പോൾ ഞാൻ ധ്യാനത്തിന്റെ അവസാനം പറയും, ഇവിടെ കർത്താവിന് വേണ്ടി ഒരു രക്തസാക്ഷിയാകാൻ, വചനത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കാൻ നിങ്ങൾ എത്ര പേര് തയ്യാറുണ്ട്? അപ്പോൾ ചിലർ പെട്ടെന്ന് ചാടി എണിക്കും, ചിലർ വളരെ സാവധാനം. നമ്മൾ ധൃതി പിടിക്കണ്ട, അയ്യോ. അന്ന് ചാടി എണിച്ച ഒരാളാണ് റാണി മരിയ, സിസ്റ്റർ റാണി മരിയ. വേറെ ഒരിക്കൽ ചാടി എണിച്ച ഒരാളാണ്, ഞെരുപ്പായിട്ടില്ല, കാർഡിനൽ ടോപ്പോ. കാരണം കാർഡിനൽ എന്ന് പറഞ്ഞാൽ രക്തസാക്ഷിയാകാനുള്ള വസ്ത്രമാണ് ആ ചുവന്ന കുപ്പായം തന്നെ. കാർഡിനലിന്റെ ചുവന്ന കുപ്പായത്തിന്റെ അർത്ഥം ഹീസ് നൗ കോൾഡ് ടു ബി എ മാർട്ടിർ. അതിന്റെ തയ്യാറാണ് ആ ചുവന്ന വസ്ത്രത്തിന്റെ അർത്ഥം. അപ്പൊ ഇങ്ങനെ നമ്മൾക്ക് ഇപ്പോഴും ദൈവത്തിന്റെ സ്നേഹം എന്താണെന്നുള്ളതിന്റെ ഒരു അളവ് ഞാൻ ഈ പറഞ്ഞു. ദൈവത്തിന്റെ സ്നേഹം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ രക്തസാക്ഷിയാകാൻ തയ്യാറാണ്. എളുപ്പം മനസ്സിലാവുന്ന ഒരു ഭാഷയാണ്. ആയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇഫ് യു ആർ റെഡി then you will immediately experience the love എന്നുള്ളതാണ്. പിന്നെ പലതരത്തിൽ ആവുമില്ല എന്നുള്ളത് ഇറ്റ്സ് നോട്ട് അവർ. പക്ഷെ നമ്മളുടെ ജീവിതത്തിൽ അതുപോലത്തെ ഒരു അബാൻഡൻമെന്റ് നമ്മളുടെ ഒരിക്കൽ ഞാൻ പണ്ട് ജോലി ചെയ്തിരുന്ന കാലത്ത് ഞാൻ അന്ന് എല്ലാ ദിവസവും എനിക്ക് പള്ളിയിൽ പോകാനുള്ള സൗകര്യം അവിടെ ഉണ്ടായിട്ടില്ല. ഞായറാഴ്ച മാത്രം പള്ളിയിൽ പോയിരുന്നു. ജാംഷഡ്പൂരായിരുന്നു അതെ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരുപാട് പേര് ഞായറാഴ്ചയും വന്നില്ല പള്ളിയിൽ. അവർ ക്രിസ്മസിനും ഈസ്റ്ററിനൊക്കെ പള്ളിയിൽ പോകുന്നുള്ളൂ. അപ്പോൾ ആ കൂട്ടത്തിൽ നോക്കുമ്പോൾ ഞാൻ എല്ലാ ഞായറാഴ്ചയും മുടങ്ങാണ്ട് എന്ത് കാരണം വെച്ചാലും പോകും. അപ്പൊ ഞാൻ ഭയങ്കര ഗമയിലാണ്. ഞായറാഴ്ച ഞാൻ എന്ത് കാരണവശാലും പള്ളി പോകുമല്ലോ എന്നുള്ള ഒരു നല്ലൊരു ചിന്തയിലിരിക്കുമ്പോൾ എന്നോട് കർത്താവ് പറയണേ, ഒരു ദിവസത്തിന് എത്ര മണിക്കൂറുണ്ട്? 24 മണിക്കൂറുണ്ട്. 60 മിനിറ്റ് വെച്ച് ഒരു ദിവസത്തിന് 1440 മിനിറ്റ് ഉണ്ട്. ഒരാഴ്ചക്ക് കണക്ക് കൂട്ടിപ്പിച്ച് എന്നെ കൊണ്ട് 1440 × 7 1080 മിനിറ്റ് ഉണ്ട്.
ഈ 1080 മിനിറ്റിൽ 80 മിനിറ്റ് നീ എനിക്ക് വേണ്ടി പള്ളിയിൽ പോകാൻ ഉപയോഗിക്കുന്നല്ലേ ഇതിന്റെ അർത്ഥം. ഏത് 10,000 മിനിറ്റ് എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. 80 മിനിറ്റ്. അപ്പൊ എന്നിട്ട് എന്നോട് പറയാം, നീ എന്ത് വീരവാദമാ മുഴക്കണേ, നീ 10,080 മിനിറ്റിൽ 80 മിനിറ്റ് നീ പള്ളിയിൽ പോകാൻ ഉപയോഗിച്ചു എന്ന് പറഞ്ഞത് വലിയ കാര്യമൊന്നുമല്ല. എനിക്ക് അതൊന്ന് കേട്ടിട്ട് ഭയങ്കര റിപ്പൻഡൻസ്. ഞാൻ അവിടെ മുട്ടുകുത്തി ശരിക്കും സാഷ്ടാംഗം വീണിട്ട് പ്രാർത്ഥിച്ചു, കർത്താവേ. അപ്പൊ എനിക്ക് അന്നേ മുതലുള്ള ഒരു സിദ്ധാന്തമാണ്, ദൈവം എന്നെ എന്തിനു സൃഷ്ടിച്ചു? ആരെങ്കിലും ഒന്ന് പറഞ്ഞു, ദൈവം എന്നെ എന്തിനു സൃഷ്ടിച്ചു? ഉത്തരം പറയും. ദൈവം നമ്മളെ എന്തിനു സൃഷ്ടിച്ചു? നമ്മൾ കാറ്റഗറിയിൽ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അതിന് വേറൊരു വാക്കിൽ പറയുകയാണെങ്കിൽ, ദൈവം എന്നെ ദൈവത്തിന് വേണ്ടി സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ എല്ലാവരും, ദൈവം എന്നെ. പക്ഷെ അങ്ങനെയാണെങ്കിലും നമ്മളതാണ് ആ രീതിയിൽ നമ്മൾ നമ്മുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് നടക്കാം. അപ്പൊ ഞാൻ ഈ 10,080 മിനിറ്റും കർത്താവെ നീ ഏറ്റെടുത്തോളാൻ പറഞ്ഞു സാഷ്ടാംഗം വീണ് അങ്ങ് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ദൈവസ്നേഹം അനുഭവം. മാത്രമല്ല അതിന് 2 ദിവസം കഴിഞ്ഞപ്പോഴേ ഈ നാഷണൽ സർവീസ് ടീമിൽ നിന്ന് എന്നെ നാഷണൽ സർവീസ് ടീമിൽ അംഗമാകാനായിട്ട് എന്നെ ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ്. സോ ഓൾറെഡി ഗോഡ് ഹാസ് ടേക്കൺ ഓവർ ദാറ്റ് ടൈം. ഇപ്പൊ നൗ ഡേയ്സ് അല്ലെങ്കിൽ ഒരു 25 വർഷമായിട്ട് ഈ 10,080 മിനിറ്റ് കിടത്താൻ. ഇതിപ്പോ ആഡഡ് ടു ദാറ്റ്, ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ ഈ ദൈവസ്നേഹത്തിന്റെ അനുഭവം പൂർണ്ണമായിട്ടില്ലാത്തതിന്റെ ഒരു കാരണം, ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും നമുക്ക് ആ സ്നേഹം പൂർണ്ണമായിട്ട് അനുഭവിക്കാൻ പറ്റാത്തതിന്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. എന്തുകൊണ്ടാണ് നമുക്കത് പൂർണ്ണമായിട്ട് അനുഭവിക്കാൻ പറ്റാത്തതിന്റെ ഒരു പോയിന്റ് ഇതാണ്, ദൈവം നമ്മളെ ദൈവത്തിന് വേണ്ടി സൃഷ്ടിച്ചുവെങ്കിലും ഇപ്പൊ സിസ്റ്റർമാരെല്ലാം അവര് ദൈവത്തിന് വേണ്ടി 24 hours കൊടുത്തിരിക്കുക. നമ്മളെ അങ്ങനെയൊക്കെ തന്നെയാണ് സൃഷ്ടിച്ചേക്കുന്നത്. പക്ഷേ നമ്മൾ എത്രത്തോളം അങ്ങ് കൊടുത്തു, നമ്മളുടെ 10,080 മിനിറ്റിനെ വീക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടോ? ഇപ്പൊ ഇവിടെയൊക്കെ 24 മണിക്കൂർ അഡ്രേഷനൊക്കെ ഞാൻ നടത്തുന്ന സമയത്ത് ആരെങ്കിലും ഒക്കെ വിളിക്കുന്നു, 1 മണിക്കൂറൊന്നും ഇരിക്കാം. ഇവിടെ ആരെങ്കിലും അങ്ങനെ വിളിക്കുകയാണെങ്കിൽ അവര് പറയും, ഞാൻ എൻ്റെ കലണ്ടർ നോക്കട്ടെ, എൻ്റെ ടൈം നോക്കിയിട്ട് ബാക്കി സമയം ഉണ്ടെങ്കിൽ ഞാൻ വരാം. ഇതല്ലേ പറയുള്ളൂ. അപ്പൊ നമ്മൾ എന്താ കർത്താവിന് കൊടുക്കണേ? വാട്ട് ഈസ് ദ പ്രിയോറിറ്റി? ഇവിടേക്കാണ് ഈ പ്രശ്നം. നമ്മളെ സോഷ്യൽ സിസ്റ്റം അതേമാതിരി നമ്മളെ അങ്ങ് വലിച്ചു മുറുക്കിയിരിക്കുകയാണ്. ഇപ്പൊ ജർമ്മനി ഓസ്ട്രേലിയൊക്കെ ആണെങ്കിൽ പറയും, എനിക്കൊരു പട്ടിക്കുഞ്ഞുണ്ട്, അതിനെ വിട്ടിട്ട് ഞാൻ എങ്ങനെ പോകണേ? അല്ലെങ്കിൽ എനിക്ക് അവിടെ ചെടി നനയ്ക്കാനുണ്ട്, ആ ചെടി ഞാൻ പോയാൽ ഉണങ്ങി പോകില്ലേ? എനിക്കൊരു പട്ടിയും പൂച്ചയും ഉണ്ട്, അതുകൊണ്ട് എനിക്ക് പറ്റില്ല. മനസ്സിലാകട്ടെ? അപ്പൊ നമ്മളുടെ പ്രിയോറിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദൈവസ്നേഹം നമുക്ക് പൂർണ്ണമായിട്ട് അനുഭവിക്കണമെങ്കിൽ നമ്മൾ നാട്ടിലൊക്കെ പറയാമല്ലോ, 1-ാം സ്ഥാനം ദൈവത്തിന് കൊടുക്കണമെന്ന്. 1-ാം സ്ഥാനം എന്ന് പറഞ്ഞാൽ മാത്രമല്ല, നമ്മുടെ സമയത്തിൻ്റെയും ഹൃദയത്തിൻ്റെയും, അതാണ് പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടെ സ്നേഹിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അത് ഒരു ട്രാക്കിൽ നമ്മളങ്ങ് വിട്ടു കൊടുത്താൽ പിന്നെ അത് കർത്താവ് തന്നെ ക്രമീകരിച്ചോളും. ഓക്കെ. ഇനി ഇന്നത്തെ ധ്യാനത്തിൽ കേട്ട കാര്യങ്ങളിൽ ആർക്കെങ്കിലും സ്പർശിച്ച കാര്യങ്ങൾ പങ്കുവയ്ക്കുകയാണ് നമ്മൾ. വേറെ എന്തെങ്കിലും പറയാമോ? ഓക്കെ. അപ്പൊ നമ്മൾ വി വിൽ പ്രൊസീഡ് നൗ. വേറെ കുറച്ച് പുതിയ കാര്യങ്ങൾ പഠിക്കാം. ഇപ്പൊ നമ്മൾ ഇന്ന് കരുണയെ കുറിച്ച് തന്നെ പറഞ്ഞപ്പോ, ഈ കരുണ, ഞാനൊരു കാര്യം പറഞ്ഞു, ഈശോ കരുണ തന്നെയായ പിതാവ് ഇൻകാർണേറ്റ് ചെയ്തപ്പോഴാണ് ഈ കരുണ ശരിക്കും നമുക്ക് അനുഭവമാകുന്നത്. അങ്ങനെയാണെങ്കിലും പഴയ നിയമത്തില് ഈ കരുണയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഒരു സംഭവം പറയാം. ഇത്
പഴയ നിയമത്തിലെ കർത്താവിൻ്റെ കരുണ കരകവിഞ്ഞൊഴുകിയ ഒരു സംഭവമാണ്. ഏതേൻ തോട്ടത്തിൽ എന്തുകൊണ്ടാണ് ദൈവം ആദത്തെയും ഹവ്വയെയും പുറത്താക്കിയത്? പുറത്താക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു കരുണയും തോന്നണില്ല അല്ലേ? നമ്മൾ സ്കൂളിൽ ഹോംവർക്ക് ചെയ്യാണ്ട് വന്നപ്പോൾ ടീച്ചർ നമ്മളെ പുറത്താക്കി. ഇതൊക്കെയാണ് നമ്മുടെ അനുഭവങ്ങളിൽ. പുറത്താക്കി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പണിഷ്മെന്റ് എന്നുള്ളതാണ്. ഗെറ്റ് ഔട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചില സൂചനകൾ നമ്മുടെ ഉള്ളിൽ കിടക്കുകയാണ്. ഏതേൻ തോട്ടത്തിൽ നിന്ന് ആദത്തിനെയും ഹവ്വയെയും പുറത്താക്കിയപ്പോൾ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവർ തെറ്റ് ചെയ്തുകൊണ്ട് അവരെ പണിഷ് ചെയ്തു എന്നുള്ള ഒരു ചിന്തയാണ്. എന്നാൽ ശരിക്കും അതിനൊന്ന് പഠിക്കുകയാണെങ്കിൽ, കൃത്യമായ വാക്കെടുത്തൊന്ന് വായിക്കുകയാണെങ്കിൽ അവിടെ പറയാണ്, ഉൽപ്പത്തി 3-ാം അധ്യായം 22-ാമത്തെ വചനത്തിൽ പറയാണ്, അവരിപ്പോൾ നമ്മളിൽ ഒരുവനെ പോലെ നന്മയും തിന്മയും തിരിച്ചറിയുന്നവരായിരിക്കുന്നു. ഓക്കെ, ഇനി അവരെങ്ങാനും കൈനീട്ടി ജീവന്റെ വൃക്ഷത്തിൽ നിന്നെങ്ങാനും പറിച്ചു ഭക്ഷിച്ച് അമർത്യരാകാൻ ഇടയാകരുത്. അതുകൊണ്ട് കർത്താവ് അവരെ പുറത്താക്കിയതാണ്. കേട്ടോ, ഒന്നുകൂടി ഞാൻ പറയാം. ഒന്ന് മനസ്സിലാക്കണം, ഏതേൻ തോട്ടത്തിൽ 2 വൃക്ഷം ഉണ്ടായിരുന്നു. അത് തന്നെ പലർക്കും ഒരു ന്യൂസാണ്. എന്താണ് ഈ 2ാമത്തെ വൃക്ഷം? ജീവന്റെ വൃക്ഷം. അപ്പൊ ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിച്ചാൽ എന്ത് സംഭവിക്കും? അമർത്യരാകും. അമർത്യരാകുക എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ നല്ല കാര്യമില്ല. മീൻസ് പെർമനന്റ്ലി എറ്റേണലാണ്. അപ്പോ ശ്രദ്ധിക്കണം, ഇനി അവരെങ്ങാനും ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് കൂടി പറിച്ച് ഭക്ഷിച്ച് അമർത്യരാകാൻ ഇടയാകരുത്. അതിനാൽ കർത്താവ് അവരെ പുറത്താക്കി. അപ്പോൾ അവരുടെ ആത്മസ്ഥിതി എന്താ? ഇപ്പോ അവർ പാപാവസ്ഥയിലാണ്. മനസ്സിലായില്ലേ? ആദ്യ പാപം മൂലം അവരുടെ ആത്മാവ് മരണാവസ്ഥയിലാണ്. അവരുടെ ആത്മാവ് കുറച്ചുകൂടി ഒരു ഭാഷ നമുക്ക് എളുപ്പം മനസ്സിലാവുന്ന ഭാഷയിൽ പറയുകയാണെങ്കിൽ പൈശാചിക അവസ്ഥയിലാണ്. ഈ അവസ്ഥയിൽ അവർ ജീവന്റെ വൃക്ഷത്തിൽ നിന്നെങ്ങാനും പറിച്ചു ഭക്ഷിച്ച് അമർത്യരായാൽ അവരെന്താവും? അവർ പിശാചിനെ പോലെയാവും. അവർ പാപാവസ്ഥയിൽ അമർത്യരാകും. പിശാച് പാപാവസ്ഥയിൽ അമർത്യരായിട്ടുള്ളവരാണ് പിശാച്. പിന്നെ അവരെ മാറ്റാൻ പറ്റില്ല. അതുകൊണ്ടാണ് പിശാചിനെ മാനസാന്തരപ്പെടുത്താൻ പറ്റില്ല. പിശാചിന്റെ സ്റ്റാറ്റസ് മാറ്റാൻ പറ്റില്ല. They are eternal in sin. ഇത് മനസ്സിലാവുന്നുണ്ടോ? പാപാവസ്ഥയിൽ അമർത്യരായാൽ പിന്നെ അവരെ രക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവരെ അപ്പോ ഒരുപക്ഷെ ഇങ്ങനെയൊരു ലാംഗ്വേജ് നമുക്ക് എടുക്കാം. വാത്സല്യം നിറഞ്ഞ പിതാവ് അവരോട് പറയേ, നിങ്ങൾ ഇനി ഇവിടെ നിന്നാൽ കൂടുതൽ അപകടമാണ്. കാരണം നിങ്ങളിപ്പോ നന്മതിന്മ തിരിച്ചറിഞ്ഞു. ഈ നന്മതിന്മ തിരിച്ചറിഞ്ഞു എന്ന് അവിടെ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങളുടെ ഉദ്ദേശത്തിൽ തിരിച്ചറിഞ്ഞു, എന്റെ ഉദ്ദേശത്തിലല്ല. നിങ്ങൾ ദൈവത്തെ കൂടാതെ നന്മതിന്മ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അതിനൊരു ഉദാഹരണം ജോൺ പോൾ 2 മാർപ്പാപ്പ പറഞ്ഞതാണ്. ഹിറ്റ്ലർ നന്മതിന്മ തിരിച്ചറിഞ്ഞു. എന്നിട്ട് ഹിറ്റ്ലറും ഗവൺമെന്റും തീരുമാനിക്കുകയാണ് യഹൂദരെല്ലാവരെയും കൊന്നുകളയുക. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഗുഡ് ഫോർ അസ്. അപ്പൊ അവരെ സംബന്ധിച്ച് നന്മ ആണ് യഹൂദരെ മുഴുവനും കൊല്ലുക. അവരെ സംബന്ധിച്ച് നന്മയാണെന്ന് ഉദ്ദേശിച്ചിട്ട് അവർ ചെയ്തേക്കണം. കായൻ തോന്നുകയാണ് ഈ ആബേലിനെ കൊന്നുകളയാം. കൊന്നു. അവനെ സംബന്ധിച്ച് നന്മയാണ്. കണ്ടോ? അപ്പൊ നന്മ തിന്മയുടെ തിരിച്ചറിവ് അവർക്കുണ്ടായത് വിത്തൗട്ട് ദ ഡിസേൺമെന്റ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ അരൂപിയുടെ വീക്ഷണത്തിലോ ദൈവത്തിന്റെ വീക്ഷണത്തിലോ ഉള്ള നന്മ തിന്മ തിരിച്ചറിയലല്ല, ദൈവത്തെ കൂടാതെ നന്മ തിന്മ തിരിച്ചറിയും. അതുകൊണ്ടാണ് പറയുന്നത്, ഇനി നിങ്ങൾ എങ്ങാനും ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് കൂടി എങ്ങാനും പറിച്ച് ഭക്ഷിച്ചാൽ
പിന്നെ എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റില്ല, അതുകൊണ്ട് നിങ്ങളിപ്പോ പുറത്ത് പോയിക്കോ. ഞാൻ ഈ ഏതേൻ തോട്ടം അടയ്ക്കാൻ പോവുകയാണ്. എന്തിനാ അടയ്ക്കണത്? ആരെങ്കിലും ഇതിനകത്ത് കയറി ജീവന്റെ വൃക്ഷത്തെങ്ങാനും പറിച്ചു ഭക്ഷിച്ചാൽ അവര് അമർത്തിരാവും. മാത്രമല്ല, അപ്പൊ അവിടെ അത് ദൈവത്തിന്റെ കരുണയുടെ ഒരു പ്രവൃത്തിയല്ലേ അല്ലേ? ഇനി അതിനു മുമ്പ് എഴുതിയിരിക്കുകയാണ്, ദൈവമായ കർത്താവ് ആദത്തിനും അവന്റെ ഭാര്യയ്ക്കും തുകൽ കൊണ്ട് ജാക്കറ്റ് ഉണ്ടാക്കി കൊടുത്തു. തുകൽ കൊണ്ട് ഒരു വസ്ത്രം ഉണ്ടാക്കി കൊടുത്തു. അതിന്റെ അർത്ഥം എന്താ? എങ്ങനെയാണ് ദൈവമായ കർത്താവ് തുകൽ ഉണ്ടാക്കിയിരിക്കുക? തുകൽ ഉണ്ടാക്കിയത് എങ്ങനെയാ? മൃഗത്തെ കൊന്നു കാണും തീർച്ചയായിട്ടും. ഏത് മൃഗത്തെ ആയിരിക്കും കൊന്നിട്ടുണ്ടാവാം? എല്ലാവർക്കും കറക്റ്റ് ഉത്തരം കിട്ടി. ഏതാണ്ട് അവിടെ ഉണ്ടായിരുന്ന മാതിരിയാ പറയണേ. ശരിയാണ്. ഇതാണ് ദൈവശാസ്ത്രജ്ഞന്മാരെല്ലാം പറയുന്നത്. ദൈവമായ കർത്താവ് ആടുകളെ കൊന്നു. അപ്പൊ തന്നെ ഈ കുഞ്ഞാട് ബലിയായിരിക്കുന്നു മനുഷ്യന്റെ പാപപരിഹാരത്തിനായിട്ട്. ഇനി മാത്രമല്ല, അപ്പോ ഈ കുഞ്ഞാടിന്റെ തുകൽ എന്ന് പറയുന്നത്, ഈ കുഞ്ഞാടിന്റെ തുകൽ കൊണ്ട് അവരെ ഉടയാട ഉണ്ടാക്കി അണിയിച്ചപ്പോ ദൈവത്തിന്റെ മനോഭാവം എന്ന് ആലോചിച്ചു. ഇവര് തിന്മ ചെയ്തുവെങ്കിലും ഇവര് അവഹേളിക്കപ്പെടരുത്, ഇവരെ എക്സ്പോസ് ചെയ്യപ്പെടരുത്, ഇവർ നഗ്നരാകരുത്. മനസ്സിലായോ? അവരെ നഗ്നത മറയ്ക്കാൻ രക്ഷയുടെ വരാനിരിക്കുന്ന ആ കുഞ്ഞാടിന്റെ ഒരു മുൻകൂർ പ്രൊട്ടക്റ്റീവ് കോട്ടിങ് അവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് അവർക്ക് ദൈവമായ കർത്താവ് അവർക്ക് തുകൽ കൊണ്ട് ഉടയാട ഉണ്ടാക്കി കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ഇനി ഇവിടെ നിന്നാൽ അപകടമാണ്, നിങ്ങൾ ഇതിലും വലിയ പാപം ചെയ്തു പോകും, അതുകൊണ്ട് നിങ്ങൾ ഉടനെ ഇവിടുന്ന് പോയിക്കോ. അപ്പോ ഈ ഒരു പോയിന്റ് നമ്മൾക്ക് സംശയം ഇല്ലാതെ മനസ്സിലായി കഴിഞ്ഞാൽ, അതായത് ഏതേൻ തോട്ടത്തിൽ നിന്ന് ആദത്തെയും ഹവ്വയെയും പുറത്താക്കി, ഭാഷയുടെ ലിമിറ്റേഷൻ കൊണ്ടാണ് കേട്ടോ, അതിന് വേറൊരു വാക്കില്ല പുറത്താക്കിയെന്ന്. ദൈവമായ കർത്താവ് അവര് തിന്മയുടെ അവസ്ഥയിൽ അമർത്യരാകാതിരിക്കാനും അവരുടെ രക്ഷയുടെ അനുഭവത്തിലേക്ക് പ്രവേശിക്കാനുമായിട്ടാണ്. കരുണയുടെ ആദ്യത്തെ ഒരു പ്രവർത്തനമാണ്. അതിന് വാസ്തവത്തിൽ പ്രോട്ടോ എവങ്കേലിയം എന്നാണ് ആ ഭാഗത്തിന് സുവിശേഷ പണ്ഡിതന്മാർ പറയുന്നത്. പ്രോട്ടോ എവങ്കേലിയം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സുവിശേഷം. ഇത് എന്തെങ്കിലും സംശയമുണ്ടോ ഇതിനകത്ത്? ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയില്ലേ? അതായത് ഇതാണ്, ഇനി നിങ്ങൾ എങ്ങാനും ജീവന്റെ വൃക്ഷത്തിൽ നിന്നെങ്ങാനും കൂടി പറിച്ചു ഭക്ഷിച്ചാൽ നിങ്ങൾ അമർത്യരാകും. അങ്ങനെ അമർത്യരാകാതിരിക്കാൻ അവരെ ഏതേൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ഇത് ഒരെണ്ണം മനസ്സിലായി കഴിയുമ്പോൾ ഇനി നിങ്ങൾ ബൈബിള് വായിക്കുമ്പോഴെല്ലാം ഈ ഒരു തോതിലായിരിക്കും വായിക്കുക, ഈ ഒരു യാർഡ് സ്റ്റിക്കിലായിരിക്കും വായിക്കേണ്ടത്. മറിച്ച് ദൈവമായ കർത്താവ് അവരെ ശിക്ഷിച്ച് പുറത്താക്കി എന്നുള്ള ആണ് നമ്മുടെ ഉള്ളിൽ ഇരിക്കണമെങ്കിൽ നമ്മള് ബൈബിള് മുഴുവനും ഒരു ശിക്ഷിക്കുന്ന ദൈവത്തിന്റെ ഒരു ഫിഗറാണ് നമുക്കുണ്ടാവുക. അപ്പൊ നമ്മളുടെ ജീവിതത്തിലും നമ്മളെ ചെറുപ്പം പോലെ പഠിപ്പിച്ചത് ഇതേമാതിരിയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല അടി കിട്ടും കേട്ടോ, നല്ല ശിക്ഷ കിട്ടും, ദൈവം നിന്നെ ശിക്ഷിക്കും. ഇങ്ങനെ ഒരു ഫോർമേഷൻ നമ്മുടെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാണ് ശിക്ഷിക്കുന്ന ദൈവമാണ് നമ്മൾ ജനറൽ ആയിട്ട് കാണുന്നത്. എന്നാൽ വാസ്തവത്തിൽ ദൈവം ഒരു വാത്സല്യം നിറഞ്ഞ പിതാവ് ആണ്. ഒരിക്കലും ശിക്ഷിക്കില്ല, ഒരിക്കലും, എന്ത് കാരണവശാലും. പിന്നെ എന്താ നരകം? നരകം എന്നത് ദൈവം ശിക്ഷിക്കുന്നതല്ല. ദൈവം ആരെയും നരകത്തിൽ പോകാൻ
ആഗ്രഹിക്കുന്നില്ല. ദൈവം ആഗ്രഹിക്കുന്നത് എല്ലാവരും സത്യം അറിയണമെന്നും സ്വർഗത്തിൽ വരണം. എന്നാൽ നരകമുണ്ടെന്നും നരകത്തിലേക്ക് പോകാൻ സാധ്യതകളുണ്ട്. എന്താണ് അതിൻ്റെ സാധ്യത? ഒരുവൻ ഇത്രയും വലിയ ഈ രക്ഷാകര കരുണാകര സംഭവത്തെ തിരസ്കരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. തിരസ്കരിക്കുകയും, അപ്പൊ തിരസ്കരിക്കുമ്പോൾ തന്നെ അവന്റെ അവസ്ഥ നരകതുല്യം ആയിക്കഴിഞ്ഞു ഇവിടെ വെച്ച് തന്നെ. അങ്ങനെ തിരസ്കരിക്കുകയും, ആ തിരസ്കരിച്ചു കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ അവൻ ഭയങ്കര പാപത്തിലേക്ക് വീഴും, ഭയാനകമായ പാപങ്ങളിലേക്ക് വീഴും. നമ്മള് ഈ ജനറലി ഇവിടെ കാണുന്ന മാമോദീസ സ്വീകരിച്ച ക്രിസ്ത്യാനികളിലൊന്നും വാസ്തവത്തിൽ വലിയ പാപങ്ങളൊന്നും കാണുന്നില്ല. എന്നാലും നമ്മളതൊക്കെ വലുതാന്ന് വിചാരിച്ചിരിക്കുക. ഭയാനകമായ പാപങ്ങളുണ്ട്. അങ്ങനെയുള്ള അവസ്ഥയിൽ മാരകമായ പാപത്തിൽ ജീവിക്കുകയും മനസ്തപിക്കാതെ മരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലാണ് ആ വ്യക്തി അവൻ തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം നരകത്തിലേക്ക് പോകുന്നത്. പക്ഷെ എങ്കിലും നമ്മളുടെ മധ്യസ്ഥ പ്രാർത്ഥനകളെല്ലാം ഏത് നമ്മൾ കൊന്ത ചെല്ലണോ? എന്താ കൊന്ത ചെല്ലുമ്പോൾ പ്രാർത്ഥിക്കണേ? വൈദ്യീശ്വരനെ പാവം ക്ഷമിക്കണമേ, നരകത്തിൽ ഞങ്ങൾ രക്ഷിക്കണേ എല്ലാ ആത്മാക്കളെ. അപ്പൊ ഇങ്ങനെയുള്ള ഈ ദൈവത്തെ നിഷേധിച്ച് മാരകമായ പാപാവസ്ഥയിൽ ജീവിച്ച് മരിക്കാറായിരിക്കണ ആൾക്കാർ. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ അങ്ങയുടെ കരുണ അവർക്കാണ് ആവശ്യം. അതാണ് നമ്മൾ കൊന്ത ചെല്ലുമ്പോഴും കൊന്ത ചെല്ലുമ്പോഴും ആരെങ്കിലും മരിക്കാറാകുമ്പോഴേക്കും നമ്മൾ പരിശുദ്ധാത്മാവ് തന്നെ പ്രേരിപ്പിക്കുകയാണ്, ഇയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോ അവന്റെ വിശ്വാസത്തിലൂടെ അല്ല അവനിപ്പോ രക്ഷപ്പെടാൻ പോകുന്നത്, നമ്മുടെ വിശ്വാസത്തിലൂടെ. അതാണ് ശരിക്കും മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മുടെ വിശ്വാസത്തിന് അങ്ങനെ വലിയ ഒരു പോസിബിലിറ്റി ഉണ്ട്. നമ്മുടെ വിശ്വാസത്തിന് നമ്മുടെ തന്നെ രക്ഷയുടെ പോസിബിലിറ്റി അല്ല. നമ്മളെല്ലാവരും രക്ഷിക്കപ്പെടും. നല്ല കള്ളൻ വരെ സ്വർഗത്തിലേക്ക് പോയി നമുക്ക് എന്താ കുഴപ്പം? അങ്ങനെ ഉള്ള ഒരു രക്ഷയല്ല പ്രധാന ലക്ഷ്യം. നമ്മൾ സ്വർഗത്തിൽ പോവുക എന്നുള്ളതല്ല, നമ്മൾ എത്ര പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നു എന്നുള്ളതിലാണ്. നമ്മൾ സ്വർഗത്തിൽ പോകും, പക്ഷെ നമ്മളെങ്ങനെയെങ്കിലും സ്വർഗത്തിൽ പോകുന്നതിലല്ല, സ്വർഗത്തെ ഭൂമിയിൽ കൊണ്ടുവരുന്നതിലാണ്. നമ്മൾ എത്ര പേരെ ഈ രഹസ്യം അറിയിക്കും? ഇപ്പൊ എന്താണ് ഈശോ പറഞ്ഞു? രാജ്യത്തിന്റെ ഈ സുവിശേഷം ലോകം മുഴുവനും പ്രഘോഷിക്കപ്പെടും, അതിനുശേഷം അന്ത്യമാകതമോ. ഇപ്പോഴും നമ്മൾ 2000 വർഷമായിട്ടും ഈ ദൈവരാജ്യത്തിന്റെ സുവിശേഷം നമ്മൾ ഇപ്പോഴും ശരിക്ക് മനസ്സിലായിട്ടില്ല. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോഴും പഴയ നിയമത്തിൽ നിന്ന് വിട്ടിട്ടില്ല. നമ്മൾ പഴയ നിയമത്തിൽ തന്നെ പിടിച്ചിരിക്കുകയാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോ പഴയത് വിടണം. ഇത് പറയുമ്പോ തന്നെ പേടിയാ, പഴയത് വിട്ടേ ദൈവമേ, ഈ 10 പ്രമാണങ്ങൾ വിട്ട് കളിക്കൊന്നും വേണ്ടട്ടോ. ഇപ്പോൾ അങ്ങനെയൊക്കെ പറയും. ഇതല്ലേ നമുക്കുണ്ടാകുന്ന ചിന്ത. പക്ഷേ ഈശോ പറഞ്ഞേക്കണേന്ന് ചിന്തിക്ക്. ഈശോ പറയാണ്, ഇത് കേട്ടാൽ ശരിക്കും മനസ്സിലാവും. അതിൽ പറയാണ്, പുതിയൊരു സാരി നിങ്ങൾക്ക് കിട്ടിയാൽ ആ പുതിയ സാരിയെ മുറിക്കോ? നിങ്ങൾ മുറിച്ച് അതിനകത്തൊരു കഷ്ണം പഴയ സാരി മേച്ച് കെട്ടുവോ? സ്ത്രീകൾക്ക് ശരിക്കും മനസ്സിലായി, ചേട്ടന്മാർക്ക് അത് മനസ്സിലാവണില്ല. അതുകൊണ്ട് ചേട്ടന്മാർക്ക് വേണ്ടി അടുത്ത സെന്റൻസ് പറയാണ്, പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടത്തിൽ നിറയ്ക്കോ? ഒരിക്കലും പറ്റില്ല. പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടത്തിൽ നിറച്ചാൽ തോൽക്കുടം പൊട്ടും, വീഞ്ഞും പോകും. ഇത് ചേച്ചിമാർക്കൊന്നും മനസ്സിലാവില്ല. അപ്പൊ ഇങ്ങനെ കർത്താവ് ഓരോരുത്തർക്കും മനസ്സിലാവുന്ന രീതിയിലാണ്. സാരി ഉടുപ്പിന്റെ കാര്യം പറഞ്ഞാൽ എളുപ്പം മനസ്സിലാവില്ലേ? പുതിയ വസ്ത്രം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്നും മുറിച്ച് ഒരു കഷ്ണമെടുത്ത് പഴയ വസ്ത്രത്തിൽ ആരും ഏച്ചു കെട്ടാറില്ല. എന്താ ഈ ഉപമയുടെ അർത്ഥം? പുതിയ നിയമം, പുതിയ ഉടമ്പടി വന്നു കഴിഞ്ഞിരിക്കണം.
ഈ പുതിയ ഉടമ്പടി വന്നു കഴിഞ്ഞതിന് ശേഷം ഇനിയും ആ പഴയ ഉടമ്പടിയെ പിടിച്ചു വെച്ചുകൊണ്ട് പുതിയ ഒരു ഇച്ചിരി എടുത്ത് അങ്ങ് മുട്ടിച്ചു വെച്ചുകൊണ്ടാണ് നമ്മളിപ്പോഴൊക്കെ ജീവിക്കുന്നത്. പഴയ ഉടമ്പടിനെ നമ്മൾ വിടുന്നില്ല. പാമ്പിന്റെ പടം പൊഴിയണ ഉദാഹരണം എടുത്താണ്. എപ്പോഴാണ് പാമ്പിന്റെ പടം പൊഴിയണേ? പുതിയത് വന്നു കഴിയുമ്പോൾ പുതിയത് വന്നിട്ട് പഴയത് പോയില്ലെങ്കിൽ പാമ്പിന്റെ പ്രയാസം എന്തായിരിക്കും അറിയാമോ? നമ്മളുടെ അവസ്ഥ അതാണ്. നമ്മളിപ്പോ പഴയ ഒരു ഉടമ്പടിയെ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. പുതിയ ഉടമ്പടി വന്നിട്ടും നമ്മൾ ആ പുതിയതിനെ പൂർണ്ണമായിട്ട് സ്വീകരിക്കാതെ പഴയ ഉടമ്പടി. അപ്പൊ പഴയ ഉടമ്പടി ഞാൻ എളുപ്പം മനസ്സിലാവുന്ന ഒരു കാര്യം പറയാട്ടോ. ഈ കരുണ ഇതൊക്കെ വന്നു. ഇപ്പൊ എൻ്റെ ഒരു ഉദാഹരണമായിട്ട് ഞാനത് എടുക്കാം. എനിക്കുണ്ടായ വലിയ ഒരു വെളിപാടിതാണ്. ഞാൻ 25 വർഷമായിട്ട് സുവിശേഷം പ്രഘോഷിക്കുന്ന ആളാണ്. പക്ഷെ ഞാൻ എന്തോ ദൈവാധീനം കൊണ്ട് പണ്ട് മുതലേ കരുണയും കൃപയുമാണ് എൻ്റെ സുവിശേഷത്തിന്റെ പ്രധാന തീ. അങ്ങനെ ഇരിക്കെ ഒരു 3-4 വർഷമായിട്ട് എനിക്ക് ഭയങ്കര, എന്നോട് കർത്താവ് പറയും, നീ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞാൻ വെളുപ്പിന് എനിക്ക് ഒരുപാട് സമയം ഇങ്ങനെ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കെ എനിക്ക് കിട്ടിയ ഭയങ്കര ഒരു ഉൾക്കാഴ്ച ഇതാണ്. അതായത് ഈശോ ഈ കരുണയെക്കുറിച്ച് ഇത്രയും പറയുകയും പാപികളോടൊക്കെ കരുണ കാണിക്കുകയും ചെയ്യുന്നു. അങ്ങനെ സുവിശേഷത്തിൽ നമുക്കൊരു ട്രയാങ്കുലർ സിറ്റുവേഷൻ കാണാം. യേശു, പാപികൾ, പിന്നെ ആരാ അവിടെ ഉള്ളത്? അല്ലേ? അവനവിടെ സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ടിരിക്കെ അനേകം പാപികളും ചുങ്കക്കാരും യേശുകളും അവരുടെ അടുത്ത് വന്നു